അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലേക്കും ഓൾമോസ്റ്റ് ഒരു 1 മന്ത് അഗോ ഏപ്രിൽ 19 ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വിലയുടെയാണ്. ആൻഡ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് സ്കാം അല്ലെങ്കിൽ ഇത് സാധനമാണെന്നുള്ളത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇന്ന് എന്താണെങ്കിലും ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആയിരിക്കും മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് പിന്നെ വലിയ സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല. ഞാൻ തന്നെ പൈസ കൊടുത്ത് മേടിച്ചേക്കുന്ന ആയതുകൊണ്ട് ചുറ്റും വേറെ എന്തിരുന്നാലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാനിത് തുറക്കട്ടെ. ഹോപ്പ്ഫുള്ളി അകത്തുള്ള സാധനം അധികം ചളങ്ങിപ്പോയിട്ടില്ല. കാരണം എന്താ പറയുക, എനിക്ക് എൻ്റെ പെട്ടിങ്ങോടെ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഇഷ്ടികയായിരിക്കല്ലേ ദൈവങ്ങളെ, ഇഷ്ടികയായിരിക്കല്ലേ. നമ്മുടെ ആണല്ലോ പ്രാർത്ഥന. ഇപ്പം ആമസോണും അങ്ങനത്തെ എല്ലാ സ്ഥലത്തു നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഫസ്റ്റ് പ്രാർത്ഥന അതാണ്, ദൈവമേ സാധനത്തിൻ്റെ വെയിറ്റ് ഒക്കെ തോന്നുന്നുണ്ടല്ലോ, ഇഷ്ടിക വല്ലതുമാണോ, അതാണ് ഫസ്റ്റ് പേടി. ഇതുവരെ എനിക്ക് ആ സംഭവം ഉണ്ടായിട്ടില്ല. കുറേ നമ്മൾ ഈ ഓൺലൈനായി കാണുന്നുണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫോൺ മേടിച്ചു വന്നത് മറ്റേ താബൂക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ നമുക്കത് കാണാൻ തന്നെ ഒരു പേടിയാണ്. ചെറിയ തോതിൽ കണ്ട് ഇവിടെ നീല നിറം കാണാം. എന്നാലും കുറേ പേരൊക്കെ ഗസ് ചെയ്തു കേട്ടോ. ഇൻസ്റ്റയിൽ മെസ്സേജിൽ ചോദിച്ചു, ബ്രോ ഈ സാധനം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണ്, ആ സാധനമാണ്, പക്ഷേ കിട്ടുമെന്നുള്ള കാര്യം അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കര ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു, കിട്ടാനായിട്ടൊന്നും മാർഗ്ഗമൊന്നുമില്ല. ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി, ദുബായിൽ നിന്ന് വരുത്താനായിട്ട് നോക്കി. ഞാൻ സാംബ്രോയിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു അവിടെയും ഫുൾ സോൾഡ് ഔട്ട് ആണ്. പിന്നെ ഇൻ ജനറൽ ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള കുന്ത്രാണ്ടൊന്നും അല്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹാവ് ഇറ്റ്. എനിക്ക് ഈ സാധനം ജസ്റ്റ് വേണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് മേടിച്ചാണ്. ഒരു കഴപ്പ്, ഒരു കുത്തിക്കഴപ്പ്, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സ്മോൾ ഡാമേജ് ഓൺ ദ പാക്കേജിങ്, ബട്ട് നമ്മുടെ ബ്രാൻഡ് ന്യൂ കൺട്രോളറാണ്. ഓൾറെഡി നമുക്ക് കുറച്ച് ലിമിറ്റഡ് എഡിഷൻസ് ഉണ്ട്. ഇവിടെ അടിയിൽ ഒന്ന് തുറന്നു പോയിട്ടുണ്ട് പെട്ടി. അതല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇറ്റ്സ് ഫിക്സിബിൾ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ നമ്മുടെ ബ്രാൻഡ് ന്യൂ കൺട്രോളറിൻ്റെ പെട്ടിയാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഓഫ് അസ് ലിമിറ്റഡ് എഡിഷൻ. ഇത് ഭയങ്കര വലിയ ആർഭാടോ സാധനമൊന്നും ഇല്ല കൺട്രോളറിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അഗൈൻ ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഫാൻ ആയെന്ന കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സാധനം മേടിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് മേടിച്ചതാണ്. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ നമ്മൾ അൺബോക്സിന് വേണ്ടിയിട്ട് ഒരു നൈഫ് മേടിക്കേണ്ടി വരും. ചെറിയൊരു ആർഭാടമൊക്കെ ഉള്ള നൈഫ് ഒരെണ്ണം മേടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ലൈക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ആമസോൺ ലിങ്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലിങ്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നല്ല നൈഫുകളുണ്ടെങ്കിൽ. നമ്മുടെ പ്രിഫറൻസസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചൊരു ആനിമേ ഇഷ് ഓർ അങ്ങനത്തെ നൈസാണ് നല്ലത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പുറകെ അങ്ങ് നടന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. സോ ആരെങ്കിലും അറിയാമെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഓക്കെ, എൻ്റെ പെട്ടിയുടെ ഡാമേജ് ഞാൻ ശരിയാക്കി. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് ആറ്റ് ദ കൺട്രോളർ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇതിൻ്റെ ബാക്ക് ട്രിഗേഴ്സ് വരുന്നത് 4 വൈറ്റ് കളറാണ്. L1 R1 L2 R2. ബാക്കിൽ ഇത് ഫ്രാഞ്ചൈസി എന്നാണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്, ദ ലാസ്റ്റ് ഓഫ് അസ്. ഇത് സ്പൈഡർമാൻ്റെ കൺട്രോളിൻ്റെ ബാക്കിൽ ഞാൻ കണ്ടില്ല, പക്ഷേ ആസ്ട്രോബോട്ടിൻ്റെ കൺട്രോളിൻ്റെ പുറകിൽ അസോബീൻ്റെ ടീം ലോഗോ ഉണ്ട്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മുടെ ഈ 30th ആനിവേഴ്സറിയുടെ പുറകിൽ 30th ആനിവേഴ്സറി എന്നും എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിക്സും വൈറ്റ് ആണ്. വീണ്ടും എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ ഒരു ആസ്ട്രോബോട്ടിൻ്റെ ഫുൾ വൈറ്റിന് ശേഷം ആണ് അവർ വെള്ള സ്റ്റിക്സ് ഇറക്കി തുടങ്ങിയത് ലിമിറ്റഡ് എഡിഷൻ കൺട്രോളേഴ്സിന്. എനിക്ക് തോന്നുന്നു അവൻ്റെ നോർമൽ എഡിഷനും ഇപ്പോൾ വൈറ്റ് സ്റ്റിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഫുള്ളി വൈറ്റ്, ക്രോം വൈറ്റോ ഏതാണ്, കുറേ എണ്ണം ഇറക്കുന്നുണ്ട് ഭ്രാന്തന്മാർ. അപ്പോൾ അതിന് മുതൽ ഇങ്ങോട്ടേക്കാണ് വെള്ള സ്റ്റിക്കുകൾ വന്നു തുടങ്ങിയത്. സോ ഇതും വൈറ്റ് സ്റ്റിക്സ് ആണ്. സോ ഇറ്റ്സ് എ ഹാഫ് ബ്ലാക്ക് ഹാഫ് വൈറ്റ് സ്കീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന സിമ്പിൾസും ഇതിൻ്റെ അകത്തുള്ള ഓരോ ഈ ഡിസൈൻസും ഇതിൻ്റെ മേളിലാണെങ്കിലും ഈ കൺട്രോളിൻ്റെ സൈഡിലാണെങ്കിലും പിടിക്കുന്ന സ്ഥലത്താണെങ്കിലും കാണുന്നത് എല്ലാം പ്ലേ സ്റ്റേഷൻ്റെ അകത്താണ് നിങ്ങൾ ലാസ്റ്റ് ഓഫ് അസ് കളിച്ചേക്കുന്നതെങ്കിൽ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഓരോ ലോഗോസ് ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ലോഗോ ആണ് ഓരോ അച്ചീവ്മെൻ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഓരോന്നും അതുപോലത്തെ ഓരോ അച്ചീവ്മെൻറ്റ്സിൻ്റെ ലോഗോ ആണ്. യു ക്യാൻ സീ ദ ഫയർ ഫ്ലൈ ആൻഡ് ഓൾ ദറ്റ് സ്റ്റഫ്. ഇവിടെ സൈഡിൽ വുൾഫിൻ്റെ ലോഗോയും സാധനങ്ങളെല്ലാം കാണാം. ഓവറോൾ വലിയ ആർഭാടോ അല്ലെങ്കിൽ ഭയങ്കര യുണീക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺട്രോളർ അല്ല. ഇതൊക്കെ ആണെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വെരി തീംഡ്, ഭയങ്കര ആസ്ട്രോ തീംഡ് ആയിട്ടുള്ളൊരു കൺട്രോളർ ആയിരുന്നു ഇത്. ആൻഡ് വെരി സിമിലർലി ആണ് നമ്മുടെ സ്പൈഡർമാൻ കൺട്രോളറും. എൻ്റെ ഫേവറേറ്റ് കൺട്രോളർ ഇസ് സ്പൈഡർമാൻ. ഇതാണ് ഇതുവരെ ലൈക്ക് എൻ്റെ ഇപ്പോൾ ടോട്ടൽ ഇതെൻ്റെ 4ാമത്തെ ലിമിറ്റഡ് എഡിഷൻ ആണ്. സോ ഐ ഹാവ് ദ സ്പൈഡർമാൻ, നമുക്ക് ആസ്ട്രോബോട്ട് 30th ആനിവേഴ്സറി, ഇതാണ് നമ്മുടെ 4ാമത്തെ.
സോ ഇത് വലിയ ആർഭാടവും വലിയ സംഭവവും നോക്കിയിട്ടൊന്നും മേടിച്ചല്ല, പക്ഷേ ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് ദ ഫ്രാഞ്ചൈസ്. ആൻഡ് ഇത് മേടിച്ചുകൊണ്ട് അവർക്ക് വലിയ സപ്പോർട്ട് കിട്ടുമെന്നൊന്നുമല്ല, പക്ഷേ ആ ഒരു ഗെയിമിൻ്റെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണമെന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫിഗറീൻസ് ഞാൻ മേടിക്കാൻ നോക്കി, ലൈക്ക് ജോവൽ, എലി അല്ലെങ്കിൽ ആബി, ഇവരുടെ മറ്റേ നമ്മുടെ ഫുൾ സൈസ് ഫിഗറീൻ പോലത്തെ സാധനമുണ്ട്, 16 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ ഫിഗറീൻസ് ഉണ്ട്. മേടിക്കാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. ലൈക്ക് ഒഫീഷ്യൽ ഫിഗറീൻസ് ചാത്തൻ കിട്ടും, ചാത്തൻ എല്ലായിടത്തും വഴിയിലേക്ക് കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ ഒറിജിനൽ ഫിഗറീൻ മേടിക്കാനായിട്ട് ഒരു 10-15,000 രൂപയൊക്കെ ആവും സാധനത്തിന്. പക്ഷേ സാധനം കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വില ഭയങ്കര കുറവല്ലെങ്കിൽ പോലും ഒരു കുറച്ച് വില കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനം ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച് വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത് വെച്ചിട്ട് ഗെയിം കളിക്കും. ഇതിൻ്റെ സ്റ്റിക്ക് ഡ്രിഫ്റ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോളർ ചാവുന്നതിന് ജസ്റ്റ് മുമ്പ് ഞാൻ ഇതിനെടുത്ത് പെട്ടിയിലാക്കി ഷോ കേസിൽ വെക്കും. അതാണ് എൻ്റെ പ്ലാൻ. അത് ഇവിടെ ഇരിക്കുന്ന ഞാൻ എല്ലാ കൺട്രോളറും ഉപയോഗിക്കുന്നതാണ്. ഒരെണ്ണം പോലും വേസ്റ്റ് ആയിട്ട് ഞാൻ വെക്കാറില്ല. അപ്പം ഞാൻ എന്നീ വൈകിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു അൺബോക്സിങ് ഓഫ് നമ്മുടെ ബ്രാൻഡ് ന്യൂ കൺട്രോളർ ടു ദ ഫാമിലി. ഇത് ലാസ്റ്റ് ഓഫ് അസിൻ്റെ ലിമിറ്റഡ് എഡിഷൻ സോണിയുടെ കൺട്രോളർ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെൽക്കം പുതിയ മെമ്പർ ടു ദ ഫാമിലി. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.